അണികളേക്കാൾ കൂടുതൽ നേതാക്കളുള്ള ലോകത്തിലെ ഒരേ ഒരു പാർട്ടി ആയിരിക്കും കോൺഗ്രസ്. അങ്ങനെയാണ് കോൺഗ്രസിന്റെ ഒരു ഘടന തന്നെ. കേരള കോൺഗ്രസ് ആണെങ്കിൽ പിന്നെ പ്രത്യേകിച്ച് ഒന്നും പറയേണ്ടതുമില്ല. പണ്ടൊരു സിനിമയിൽ ഇന്നസെന്റ് ചോദിച്ചതുപോലെ, എന്താ ഇവിടെ ഉണ്ടായേ, ഇന്നത്തെ വിഷുവാ എന്നതുപോലെയാണ് കോൺഗ്രസിലെ ഇപ്പോഴത്തെ സ്ഥിതി. മുഖ്യമന്ത്രി സ്ഥാനത്തിന് കോൺഗ്രസിൽ അടിപിടി എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യം കേട്ടത് കോൺഗ്രസിൽ പുനഃസംഘടന നടക്കാൻ പോകുന്നു എന്നതാണ്. സുധാകരൻ മാറിയാൽ ആര് വരും? സതീശൻ പിടിമുറുക്കുന്നു, ചെന്നിത്തല കുപ്പായമിട്ട് നടക്കുന്നു, വേണുഗോപാൽ ഇന്ദ്രപ്രസ്ഥാനത്തിൽ നിന്ന് അനന്തപുരിയിലേക്ക് വിമാനം കയറുന്നു. പ്രായാധിക്യമുണ്ടെങ്കിലും സുധാകരൻ ഒരംഗത്തിനു കൂടി കച്ചമുറുക്കുന്നു. തിരുവഞ്ചൂരിനും തിരുമനസ്സുണ്ട്, നിർബന്ധിച്ചാൽ ഞാനും ഉണ്ടെന്ന് മുരളീധരൻ അടുപ്പക്കാരോട് പറഞ്ഞിരിക്കുന്നു. എന്നിങ്ങനെയൊക്കെയാണ് കോൺഗ്രസ് പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് എന്തൊക്കെ വാർത്തകൾ വന്നത്. ഇപ്പോൾ മറ്റൊരു അത്ഭുതം തന്നെയാണ്. പെട്ടെന്ന് കോൺഗ്രസ് പുനഃസംഘടന മാറി മുഖ്യമന്ത്രി സ്ഥാനം എന്നായിരിക്കുകയാണ്. ഇവിടെയാണ് ചില സംശയങ്ങൾ ഉണ്ടാകുന്നത്. കൂടോത്രം പതിവായ കോൺഗ്രസിനെ ഏതോ കൈനോട്ടക്കാരൻ പറ്റിച്ചിരിക്കുകയാണോ എന്നുള്ളതാണ് പ്രധാന സംശയം. അടുത്ത തെരഞ്ഞെടുപ്പിൽ UDF ആണ് കേരളം ഭരിക്കുക എന്നാണ് അത്ര കൈനോട്ടക്കാരന്റെ പ്രവചനം. ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പറന്ന് പ്രസ്തുത പ്രവചനം കേട്ട പ്രമുഖരെല്ലാം കോൺഗ്രസിന്റെ പുനഃസംഘടന പോട്ടെ, എങ്ങനെയെങ്കിലും മുഖ്യമന്ത്രി കസേര വരട്ടെ എന്ന ചിന്തയിലേക്ക് മാറിയിരിക്കുന്നു. എന്നാലും രാഷ്ട്രീയ നിരീക്ഷണം എന്നൊന്നുമില്ലേ? അവർക്ക് ആരെയും അതൊക്കെ പറഞ്ഞു കൊടുക്കത്തില്ലേ? എന്നാൽ അവിടെയും മലയാളിക്ക് ആസ്വദിക്കാൻ വെടിക്കെട്ടും പുകയും തന്നെയാണ് പുനഃസംഘടനയിൽ പറഞ്ഞു കേട്ട എല്ലാ പേരുകളും മുഖ്യനാകാനുള്ള ലിസ്റ്റിലും വന്നിരിക്കുകയാണ്. പക്ഷെ കളിക്കളത്തിന് മാറ്റമുണ്ട്. സാമുദായിക സംഘടനകളും അവരുടെ ആസ്ഥാനങ്ങളുമാണ് പുതിയ കളിക്കളം. പാർട്ടി പുനഃസംഘടനയിൽ ഗ്രൂപ്പുകൾ, ഹൈക്കമാൻഡ്, KPCC എന്നിവയ്ക്കാണ് സ്ഥാനം. അണികൾക്കാകട്ടെ ഒരു സ്ഥാനവുമില്ല. താനാണ് നല്ല NSSകാരൻ എന്ന സർട്ടിഫിക്കറ്റ് കിട്ടാൻ ചെന്നിത്തല പരക്കം പായുകയാണ്. അതിൽ കുറച്ചൊക്കെ ചെന്നിത്തല വിജയിക്കുകയും ചെയ്തിട്ടുണ്ട്. ക്രിസ്മസ് ആഘോഷങ്ങളിൽ ഓടി നടന്നാണ് VD സതീശൻ പങ്കെടുത്തത്. വെള്ളാപ്പള്ളിയെ വാഴ്ത്താൻ മറ്റുള്ളവരും മത്സരം നടത്തുകയാണ്. ഒരു കോൺഗ്രസ് നേതാവ് വെള്ളിയാഴ്ചകളിൽ മുസ്ലിം പള്ളികൾക്ക് മുന്നിൽ കാവലാണ് എന്നാണ് അറിയാൻ സാധിക്കുന്നത്. വേണുഗോപാലിനും ആഗ്രഹമുണ്ട്. ഡൽഹിയിൽ വിമാനം റെഡിയാക്കി വെച്ചിട്ടുമുണ്ട്. പക്ഷെ ഹൈക്കമാൻഡ് അവിടെ നിന്ന് വിടുന്നതില്ല. ഹൈക്കമാൻഡ് സമ്മതിക്കാതിരിക്കാൻ മതിയായ ഒരു കാരണവുമുണ്ട്. ഡൽഹി ഉൾപ്പെടെ സംസ്ഥാന നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ നടക്കാനിരിക്കുകയാണ്. അവിടെ എല്ലാം ഇന്ത്യ സഖ്യത്തെ ഛിന്ന ഭിന്നമാക്കി കോൺഗ്രസ് തോൽവി ഉറപ്പിക്കണമെങ്കിൽ വേണുവിന് തന്നെ ചുമതല കൊടുക്കണമെന്ന് അവർക്ക് നന്നായിട്ട് അറിയാവുന്നതാണ്. അതുകൊണ്ട് വേണുവിനെ അവർ ഇപ്പോഴൊന്നും വിടുമെന്ന് തോന്നുന്നില്ല. അടുത്ത തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്നത് ഡൽഹി നിയമസഭയിലേക്കാണ്. 1.5 വർഷമെങ്കിലും ഉണ്ട് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ. അപ്പോഴും LDF തന്നെ വരുമെന്നാണ് രാഷ്ട്രീയ സാഹചര്യങ്ങളെല്ലാം പറയുന്നത്, തെളിയിക്കുന്നത്. അടുത്തിടെ നടന്ന 3 ഉപതെരഞ്ഞെടുപ്പുകളിലും ഉണ്ടായ വിധിയെഴുത്തിൽ LDF സർക്കാരിന് എതിരായ ജനവികാരമില്ല എന്ന് നേരിട്ട് അനുഭവിച്ചിട്ടും കൈനോട്ടക്കാരന്റെ പ്രവചനത്തിന് പുറകെ തമ്മിലടിക്കുന്ന കോൺഗ്രസ് എന്ത് കണ്ടിട്ടാണ് അത് ചെയ്യുന്നതെന്ന് മനസ്സിലാകുന്നില്ല. അതൊരു അത്ഭുത പ്രതിഭാസം തന്നെയാണ്. ഇനി കൈനോട്ടക്കാരൻ വേറെ എവിടെയെങ്കിലും കോൺഗ്രസ് ജയിക്കുമെന്ന് പറഞ്ഞതാണ് എന്നുണ്ടെങ്കിൽ തന്നെ കോൺഗ്രസ്സുകാർ കേരളം എന്ന് തെറ്റി കേട്ടുപോകാനേ വഴിയുള്ളൂ. അതും ആർക്കും അറിയില്ല.